നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ അഹിംസ എന്നുള്ള ആ ഒരു സ്ഥിതി, സ്നേഹത്തിന്റെ ആ തലത്തിലേക്ക് ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ. എങ്ങനെയാണ് നമ്മൾ സംഭാഷണം നടത്തുന്നത്, കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ വായിച്ച പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. When we are satiated with something, we no longer derive pleasure from it to the same degree as earlier. By and by, we come to treat it as something ordinary. Just this is to be known as the state of regret or the fallen condition. Apart from that, lying low is better than a perch up. Herein lies devotion, and therein rests the idea of perfection. പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നത് പോലെ നമുക്ക് ഇവിടെ തോന്നും. ആദ്യം പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംതൃപ്തി വന്ന് സാറ്റിയേറ്റഡ് ആയിട്ട് മുമ്പത്തെ പോലെ അതിന് സന്തോഷം ലഭിക്കാതെ, പ്ലഷർ ലഭിക്കാത്ത ഒരു സ്ഥിതി നമ്മൾ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഏതൊരു കാര്യം നമുക്ക് മടുക്കാൻ തുടങ്ങും. നമ്മൾ ഭക്ഷണമായാലും എന്ത് കാര്യമായാലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്കത് മടുപ്പ് വരും. നമുക്കതൊരു ചെറിയൊരു ചേഞ്ച് വേണം. അതുകൊണ്ടാണ് പിക്നിക് ട്രിപ്സിൽ മാറി 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 പോയിക്കൊണ്ടിരുന്നത്. ഒരു പൂമ്പാറ്റ ഒരു പൂന്ന് മറ്റേ പൂവിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഒരു സ്ഥിതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്ലഷർ ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിലോട് കൂടി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിവാഹം ചെയ്യുക, അതോട് കൂടിയിട്ട് ജീവിതം ശാന്തസുന്ദരമായിട്ടുണ്ടാവണം, ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടാവണം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും അങ്ങനെ അധികം അഗാധമായിട്ട് സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുന്നത് പിന്നെ ഡൈവോഴ്സിലേക്ക് കൂടി എത്തുന്നുണ്ട്, മടുപ്പാവുന്നു, പിന്നെ വേറെ ആൾക്കാരെ തേടി പോകുന്നു, ഡൈവോഴ്സസ്. ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളിലും ഇത് നമുക്ക് കാണാം. അപ്പൊ അതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. പിന്നെ ഫോളൻ കണ്ടീഷനാണ്.
ഇറ്റ്സ് എ ഫോളൻ കണ്ടീഷൻ. കാരണം നമുക്ക് പിന്നെയും ഭൗതിക ജീവിതത്തിലേക്ക് തിരിയാനാണ് താല്പര്യം. വീണ്ടും ആ ചക്രത്തിൽ തിരിയുന്നു. നമ്മൾക്കൊരു സെറ്റ് ഓഫ് പഴയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒന്ന് ചൂസ് ചെയ്യുന്നു, അത് കുറച്ചു നേരം അനുഭവിക്കുന്നു, വിടുന്നു, വീണ്ടും ചൂസ് ചെയ്യുന്നു, പിന്നെയും വിടുന്നു. ഭക്ഷണം കഴിക്കുന്ന പോലെ ദോശ, ഇഡലി, ചോറ്, ചപ്പാത്തി, ഇന്ന് ദോശ നാളെ ചപ്പാത്തി, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒന്നും പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണു, അയവിറക്കണു, പിന്നെ അവിടെ തന്നെ എടുക്കുന്നു, വീണ്ടും അത് രണ്ടാമത് എടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥന എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന കൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ഉള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം വേണം, വേറെ എവിടേക്കും പോകണമെന്നില്ല. ഇതുപോലെ തന്നെ നമ്മളുടെ സങ്കല്പങ്ങളിലെ സ്വർഗം നമ്മൾ ഓൾറെഡി അനുഭവിച്ച സുഖങ്ങളെ എക്സ്ട്രാപൊലേഷൻ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്ന നരകവും നമ്മൾ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളുടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു തലം നരകം. അപ്പൊ രണ്ടും നമ്മുടെ ഓൾറെഡി ഉള്ള അനുഭവങ്ങൾ തന്നെയാണ്. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യം ആർക്കും വേണ്ട. നമുക്ക് ഇപ്പോഴുള്ള ഈശ്വരന്മാർ മതി, വേറെ ഈശ്വരന്മാർ നമ്മൾ വേണ്ട. നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ വരുന്ന മാസ്റ്റേഴ്സിനെ പലപ്പോഴും പെർസിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതല്ല നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ അവർ പെർസിക്യൂട്ട് ചെയ്യും. എല്ലാ മാസ്റ്റേഴ്സും അവർ ജീവിതത്തിൽ വിഷമം അനുഭവിച്ചവരാണ്. സോക്രട്ടീസിനെ പോയിസൺ കൊടുത്തു കൊന്നു, ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത് കൊന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ആരും കേട്ടില്ല. നമ്മൾ കാണാം ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ്, സ്വാമി രാമകൃഷ്ണ പരമഹംസൻ, അവര് പറയുന്നത് നമ്മൾക്ക് ഭൗതികമായിട്ട് തരത്തിൽ ഗുണം ഉള്ളത് മാത്രം എടുത്ത് ബാക്കിയെല്ലാം വിടുക, ബാക്കിയൊന്നും പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പൊ ഈ സ്പിരിച്വൽ യാത്രയിൽ ഇതിന്റെ ഫോളൻ കണ്ടീഷൻ ഉണ്ട്. അതിന്റെ തൊട്ടു പുറകെ ലാലാജി മഹാരാജ് പറയുന്നു, അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈങ് ലോ ഇസ് ബെറ്റർ ദാൻ പെർച്ചം. അത് കണക്കിലെടുത്തില്ലെങ്കിൽ നമ്മൾക്ക് കണ്ടന്റ്മെന്റ് വേണം. ലൈങ് ലോ, നമുക്ക് ലഭിച്ചതിൽ നമ്മൾ ഹാപ്പി ആവണം. ഒരു നായയെ പോലെ. നായ ഒരിക്കലും കംപ്ലൈന്റ് ഇല്ല. തന്റെ മാസ്റ്റർ എന്താ കൊടുത്തത്, കൊടുത്തില്ലെങ്കിലും കൊടുത്താലും നായ ഹാപ്പിയാണ്. മാസ്റ്ററുടെ അടുത്തിരിക്കണം. മാസ്റ്റർ എന്താ പറയുന്നത് അത് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്, കണ്ടന്റഡ്. എന്ത് ലഭിക്കുമ്പോഴും ഞാൻ കണ്ടന്റഡ് ആണ്. സാറ്റിസ്ഫാക്ഷൻ കണ്ടന്റും തമ്മിലുള്ള വ്യത്യാസം. സാറ്റിസ്ഫാക്ഷൻ എന്ന പദം ഉദ്ദേശിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം നടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ തോന്നും. കണ്ടന്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആഗ്രഹങ്ങളില്ല, അത് ഒരു സ്റ്റേറ്റ് ആണ്. ഞാൻ ഹാപ്പിയാണ്, ഫുൾ സ്റ്റോപ്പ്. ഞാൻ ശാന്തരാണ്, അൺകണ്ടീഷണലി. എനിക്ക് ലഭിച്ചതിൽ ഞാൻ കണ്ടന്റഡ് ആണ്. അപ്പൊ ആ കണ്ടന്റ്മെന്റ് എൻ്റെ ഉള്ളിലുള്ള അതിനോട് കണ്ടന്റ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ നിന്നും പിന്നെയും പ്രവർത്തിക്കണം. ഇനി എന്താണ് ചെയ്യാനുള്ളത്? കണ്ടന്റഡ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ കണ്ടന്റഡ്, ചില ഞാൻ കണ്ടന്റഡ് ആണ്, എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയല്ല. ഈ കണ്ടന്റഡ് ആയിട്ട് ഈ കണ്ടന്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കും. ഈ ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാ സ്റ്റേറ്റിലും എപ്പോഴും സമാധാനമായിട്ടിരിക്കുന്ന, പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ഉയരണം. പിന്നെ ഒരിക്കലും ഇവിടെ വീഴരുത്. ഇപ്പൊ നമ്മൾ സാധാരണ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കംഫോർട്ട് സോണിലാണ് ഞാൻ സംതൃപ്തൻ. എന്നെ ഇവിടുന്ന് മാറ്റിക്കുന്നത്. ഒരു സിമ്പിളായിട്ടൊരാള് വളരെ ചെറിയ വീട്ടിൽ താമസിക്കുന്നു, അവരെ ആ സൗകര്യങ്ങൾ ജീവിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ അയാളെ പിടിച്ച് പെട്ടെന്നൊരു കൊട്ടാരത്തേക്ക് ഇട്ട അയാൾക്ക് ആകെ വിഷമം. ഒരു മീൻ വിൽക്കുന്ന ഒരാള് ഒരു പണക്കാരിയെ പെണ്ണിനെ കല്യാണം കഴിച്ച ഒരു സിനിമയുണ്ട്. അവസാനം ഉറക്കം വരുന്നില്ല. ഒരു മീൻകൊട്ട കൊണ്ട് കട്ടിന്റെ അടിയിൽ വെച്ചതിന് ശേഷമാണ് ഈ മനുഷ്യൻ ഉറങ്ങുന്നത്. തിരിച്ചും ഒരു പണക്കാരനായിട്ടുള്ള ഒരാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല. ഞങ്ങള് സ്പിരിച്വൽ ഗ്യാതറിങ്സിലൊക്കെ പോകുമ്പോൾ അറിയാം, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സാധാരണ ടെന്റിലൊന്നും താമസിക്കില്ല. ഒരു AC റൂം എടുക്കും. എന്താണോ വീട്ടിൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബാത്റൂം വേണം. അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലേക്ക് എത്തണം. 5 സ്റ്റാർ അക്കോമഡേഷനിൽ സ്പിരിച്വാലിറ്റി. കാരണം ഇവിടെ അവർക്ക് ഹാപ്പി അല്ല, അവർക്ക് ആ കംഫോർട്ട് സോൺ വിടാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ കിണറ്റി കിടക്കുന്ന തവളകളാണ്. അപ്പൊ അത് വിടുമ്പോഴാണ് ടോട്ടൽ കണ്ടന്റ് കണ്ടന്റഡ് ഓൾ സിറ്റുവേഷൻസ്, എല്ലാ സാഹചര്യങ്ങളും. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ വാസസ്ഥലം തന്നെ, ഈശ്വരന്റെ വാസസ്ഥലാണ്. ഇവിടെ ഈശ്വരൻ്റെതല്ലാത്ത ഒന്നുമില്ല. അങ്ങനെയാണ് ഈശ്വരൻ എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നത്. ഒരു കംപ്ലൈന്റും ഇല്ലാതെ എങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുന്നത്? ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാണ് ഡിവോഷൻ. അതാണ് ഹിയർ ഇൻ ലൈസ് ഡിവോഷൻ ആൻഡ് ദെയർ ഇൻ റെസ്റ്റ് ദ ഐഡിയ ഓഫ് പെർഫെക്ഷൻ. അപ്പൊ കണ്ടന്റ്മെന്റ് ആ തരത്തിൽ നമ്മുടെ ഹ്യൂമിലിറ്റിയിലേക്ക് എത്തിച്ചേർന്ന് എല്ലാം സ്വീകരിക്കാനും, പക്ഷെ എപ്പോഴും അദ്ദേഹത്തെ പോലെ ആയിത്തീരാൻ.
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പലപ്പോഴും നമ്മളെ ഏറ്റവും എന്താ പറയുക കംഫർട്ട് ഇല്ലാത്ത, സമാധാനം ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. അവിടെ നിന്ന് നമ്മൾ ഈ ഉള്ളിലുള്ള ഇത് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും, സ്നേഹം റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെയും നമ്മൾ ഹാപ്പി ആവണം. മൻ ചങ്കാത്തോ കഠോത്തി മേ ഗംഗ. മനസ്സ് ഹാപ്പി ആണെങ്കിൽ, പ്യൂർ ആണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള തന്നെ കുടിക്കുന്ന വെള്ളം തന്നെ ഗംഗാജലമാണ്. ഗംഗാജലം തേടെ പോയിട്ട് നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഈശ്വര സാന്നിധ്യം അറിയാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. സന്തോഷം അറിയാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഐ ആം ഹാപ്പി, ഫുൾ സ്റ്റോപ്പ്. കോൺസ്റ്റന്റ് റിമംബർ, നിരന്തര സ്മരണ എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ നല്ല ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കരുത് എന്നാണ് ബാബുജി മഹാരാജ് ഒരു ഡെഫിനിഷൻ. യു ഷുഡ് നോട്ട് ബി ഏബിൾ ടു റിമെമ്പർ എ ബെറ്റർ സിറ്റുവേഷൻ ദാൻ ദ പ്രസന്റ് സിറ്റുവേഷൻ. അതാണ് നിരന്തര സ്മരണ. അങ്ങനെയാണ് ഈശ്വരന്റെ സ്മരണ എന്ന് പറയുന്നത്. എപ്പോഴും സ്മരണയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് അസംതൃപ്തി, എവിടെയാണ് സന്തോഷമില്ലാത്ത അവസ്ഥ, എവിടെയാണ് സ്നേഹം ഇല്ലാത്ത അവസ്ഥ, എപ്പോഴും എല്ലായ്പ്പോഴും ആ സ്റ്റേറ്റിൽ എത്തിച്ചേരാനുള്ള യാത്രയിലാണ്. അതാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. അപ്പൊ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ഫോളൻ കണ്ടീഷൻ, ഒന്ന് എന്നെ ഉയർത്തുന്ന കണ്ടീഷൻ. ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഡീപ്പായിട്ട് ഇവയെക്കുറിച്ചിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യാം. കാരണം ഇത് പറഞ്ഞിട്ട് ലാലാജി മഹാരാജാണ്, ആദി ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജാണ്. അപ്പോൾ ഇതിന് ഇനിയും ആഴത്തിലുള്ള അർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരെയും ഇൻട്രോസ്പെക്ഷന് വെൽക്കം ചെയ്യുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.